നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു റമദാനിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീക്ക് കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതറിയിക്കുന്ന പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ മാസത്തെ കൊണ്ടു നടക്കാൻ കഴിയുന്ന അത്ര പുണ്യങ്ങളും നന്മകളും ആരാധനാ കർമ്മങ്ങളും ഒക്കെ ചെയ്തു തീർക്കാനുള്ള ആഫിയത്തും തൗഫീഖും റബ്ബുൽ ആലമീനായ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും ജോലി തിരക്കുള്ളവരാ. 2 മണിയാവുമ്പോഴേക്ക് നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിലേക്ക് എത്തുകയും വേണം, കടകളിലേക്ക് എത്താനുണ്ട്. അതുകൊണ്ടൊരു വലിയ നീട്ടി സംസാരിക്കുന്ന പരിപാടിയല്ല. ഒരല്പസമയം നമ്മൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് നിങ്ങൾ പുറത്തു പോയാലും മനസ്സിലിട്ട് ആലോചിക്കുന്നതിന് വേണ്ടി ചില ചിന്തകൾ മാത്രം മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനും റമദാനും ഇണപിരിയാത്ത 2 മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ കലാമിനെ നമ്മുടെ കലാമ് കൊണ്ട് നമ്മൾ എത്ര വിശേഷിപ്പിച്ചാലും അതിലൊക്കെ ഒരു ചെറിയ കുറവുകൾ വരാൻ സാധ്യതയാണല്ലോ. അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും തീരാത്തൊരു മഹാവിസ്മയമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ പരത്തി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഞാൻ ആദ്യം ഓർമ്മയിൽപ്പെടുത്താം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബ്ശിറൂ ഫഇന്ന ഹാദൽ ഖുർആൻ തറഫഹു ബിയദില്ലാഹി വതറഫഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി. അറബി ഭാഷയിലെ ഈ ബുഷ്റ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര രസമുള്ളൊരു വാക്കാണ്. സന്തോഷത്തിനാണ് അറബിയിൽ അത് പറയുക. പക്ഷെ എല്ലാ സന്തോഷങ്ങൾക്കും ആ വാക്ക് പറയില്ല കേട്ടോ. ഇപ്പൊ ഫർഹത്ത് എന്ന് പറഞ്ഞ സന്തോഷം. ഈ ബുഷ്റ എന്ന വാക്ക് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് എവിടെ വെച്ചാൽ, യൂസഫ് നബി അലൈഹിസ്സലാമയെ വെള്ളം കോരികളായ ആ യാത്രാ സംഘത്തിന് കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബക്കറ്റിൽ ഈ കുട്ടിനെ കിട്ടുന്നത്. ആ സമയത്ത് അവർ പറയുന്ന വാക്കാണ് യാ ബുഷ്റ ഹാദാ ഉല. അപ്പൊ ബുഷ്റയുടെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, പരിധിയില്ലാത്ത ആനന്ദവും സന്തോഷവും വരുന്ന സമയത്ത് പറയേണ്ട വാക്കാണത്. ആ വാക്ക് വെച്ച് തന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ് യാ ബുഷ്റ. അവിടെ പറയണത് അബ്ശിറൂ ഫഇന്ന ഹാദൽ ഖുർആൻ,
ഈ ഖുർആനിനെ കൊണ്ട് നിങ്ങൾ ആനന്ദം കൊള്ളണം, സന്തോഷം കൊള്ളണം. ത്വറഫഹു ബിയദില്ല, ഇതിന്റെ ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്. വത്വറഫഹു ബിഐദീകും, അതിന്റെ മറ്റൊരറ്റം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹ് ഇട്ട് തന്നിരിക്കുകയാണ്. എന്നിട്ട് ഫതമസ്സഖു ബിഹി, നിങ്ങൾ അത് മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിച്ചാൽ എന്താന്ന് വെച്ചാൽ ഹബിലുല്ലാഹിൽ മതീൻ, അള്ളാന്റെ പാശം, അള്ളാന്റെ കയറ്, അതാണ് ഈ ലോകത്തെ ഏറ്റവും ബലവത്തായ കയറ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരക്ക് പിടിച്ചൊരങ്ങാടി കൂടെ നമ്മുടെ ഒരു 2-2.5 വയസ്സുള്ള നമ്മുടെ കുട്ടി നമ്മുടെ വിരൽ തുമ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാൻ നോക്കുക. ഏത് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞാലും പോയാലൊന്നും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നേ അല്ല. പക്ഷെ ഉപ്പാന്റെ കയ്യില്ലാത്ത, ആ കയ്യിൽ പിടിക്കാത്തൊരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടി ഒരു തിരക്ക് പിടിച്ചൊരങ്ങാടിയിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്നൊരു അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ആ അവസ്ഥ മാറി ഇപ്പാന്റെ കയ്യിലാണ് ഈ കുട്ടി പിടിച്ചിരിക്കുന്നത്. അവന് ഏത് വാഹനം വന്നാലും ഒന്നൊരു പ്രശ്നമല്ല. കാരണം ഞാൻ പിടിച്ചിരിക്കുന്നത്, ഞാൻ അവലംബിച്ചിരിക്കുന്നത് ഈ ലോകത്ത് സുരക്ഷിതമായ ഒരു ഭാഗത്താണ്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അതല്ലേ അള്ളാന്റെ കലാമ് നമ്മുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം, അതിലൂടെ നമ്മൾ നടക്കുന്നിടത്തോളം കാലം, സ്നേഹമുള്ളവരെ, നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഇനി നിങ്ങൾ ഒരു സംഗതി ആലോചിക്കണം. എന്താണെന്നറിയാമോ? ഖുർആൻ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങി. വല്ലാതെ അടിച്ചതങ്ങനെ വിജയിക്കാനും ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താനൊക്കെ തുടങ്ങിയപ്പോ അംർ ബിൻ ഹിഷാം, അബൂജഹൽ, ഖുറൈശികളുടെ ബുദ്ധി കേന്ദ്രമാണല്ലോ, ഇവൻ വന്ന് അന്നത്തെ അറേബ്യൻ ലോകത്തെ ഏറ്റവും വലിയ ഭാഷാ പടു എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അത്ര ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളാണ് വലീദ് ബിൻ മുഗീറ. വലീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, വലീദേ, മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിട്ടാ പറ്റൂല. നീ ഒരു കാര്യം ചെയ്യേ, മുഹമ്മദ് പറയുന്നത് പോലെയുള്ള കുറെ കിതാബ്, ഒരു കടലാസുകള്, പുസ്തകം എഴുത്. എന്നിട്ട് മുഹമ്മദ് പറയുന്നത് പോലെ നമുക്കും പറയാൻ കഴിയണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വലീദാണെന്നുണ്ടെങ്കിലും അത്ര ഭാഷ കേട്ടാ, അത് നമുക്ക് പരിശോധിക്കാം. ഇയാളെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ വലീദിനെ എവിടെയും കാണാനില്ല. അംർ അബൂജഹൽ 2-3 പ്രാവശ്യം അന്വേഷിച്ച് ചെന്നു. അപ്പോഴൊക്കെ ടൈം മാറ്റി മാറ്റി പറയാണ്. ഒരു ദിവസം ചെന്ന സമയത്ത് പറഞ്ഞു, കുറെ കടലാസുകൾ ഇങ്ങനെ ചുരുട്ടിയിട്ടൊരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. നിന്റെ ജോലി തീർന്നില്ലേ? ഇതെന്തേ, നിന്നെ ഏൽപ്പിച്ചത് എന്തായി? അതിന് വലീദ് കൊടുത്തൊരു മറുപടി എന്തറിയോ? നമുക്കൊക്കെ അറിയാതെ. വലീദ് പറഞ്ഞു, മുഹമ്മദിനെ വിട്ടേക്ക്, മുഹമ്മദിനെ വിട്ടേക്ക്. അവൻ അവന്റെ പാട്ടിന് പോകട്ടെ, അവൻ അവന്റേതായ പ്രവർത്തനം തുടരട്ടെ. അവനെ നമ്മൾ ആരും നേരിടാൻ പോകേണ്ടതില്ല. അതില് അബൂജഹൽ പേടിക്കുമല്ലോ. അബൂജഹൽ ഒന്നുകൂടി പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ അറബി വാക്കാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത്. യാ അബൂജഹൽ, ഇന്ന ലിൽ ഖുർആനി ലത്വലാവ ലഹലാവ ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി. ഇതൊരു മധുരമുള്ള അറബി അറിയോ? അബൂജഹലെ, ഇന്ന ലിൽ ഖുർആൻ, ഖുർആനിനുണ്ട് ലത്വലാവ, വല്ലാത്ത വശ്യശക്തി, ഒരു പിടിച്ചു വലിക്കുകയാണത്. ഒരു വശീകരണ ശേഷി അതിനുണ്ട്. പിന്നെ ലത്വലാവ ലഹലാവ, ഹലാവ എന്നൊക്കെ അറിയാലോ. ഹൽവ എന്ന് പറഞ്ഞാൽ നേരെ മധുരം എന്നാണ് അർത്ഥം. അതിന് വല്ലാത്ത മധുരിമയാണ്. ആരാ പറയുന്നത്? മുസ്ലിം അല്ല,
100 ചുവന്ന ഒട്ടകങ്ങൾ കൊണ്ട് പാരിതോഷികം ചെയ്യപ്പെട്ട അറേബ്യൻ ഉപദ്വീപിലെ ഭാഷ പടുപറയാണ്. ഇതിന് വല്ലാത്ത മധുരിമയാണ്. നമ്മളതിനെ നേരിടാൻ പോണ്ട. ഇന്നഹു യഅലു വലാ യുഅല അലൈഹി. അത് വളരും, അതേ വളരൂ. അതിനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് ഖുർആൻ. ഇതാണ് ഖുർആൻ. പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഓടിയിട്ടുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ഇന്ന് ഖുർആനിനോളം എതിരാളികളും ശത്രുക്കളും ഉള്ളത് ഒന്നുണ്ടോ? നമ്മൾക്ക് ബോധ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ ഈ ബോധ്യം നമ്മുടെ ശത്രുക്കൾക്ക് വന്നതുകൊണ്ടാണ് നമ്മളെക്കാൾ ജാഗ്രത അവർക്കുള്ളത്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അറബി പഠിപ്പിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ ഒരു അറബിക് യൂണിവേഴ്സിറ്റി ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയിലല്ല, UAE-യിലും ഖത്തറിലൊന്നല്ല, അത് ടെല്ലവീവിലാണ്, ഇസ്രായേലിലാണ് ലോകത്തെ ഏറ്റവും വലിയ അറബിക് യൂണിവേഴ്സിറ്റി ഉള്ളത്. ഒരുപാട് അറബിക് സൈറ്റുകളുണ്ട്. മുസ്ലിമീങ്ങൾ നടത്തുന്നതല്ല. ഈ സൈറ്റുകളിലൂടെ മുഴുവനും ഇസ്ലാമിനെ തേജോവധം ചെയ്യാൻ, ഖുർആനിനെ കൊച്ചാക്കാൻ, ഖുർആനിനെ പരിഹസിക്കാൻ, ഇതെങ്ങനെയെങ്കിലും തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാനാണ് ഈ ലോകത്ത് ഇതൊക്കെ നടത്തുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായിമാർ ഈ കണ്ട പണിയൊക്കെ എടുത്തിട്ടും അൽഹംദുലില്ലാ നമ്മുടെ ആരുടെയും മനസ്സിലൊരു പേടിയും തോന്നിയിട്ടില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതുന്നിടത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയ നമുക്ക് എളുപ്പം മനസ്സിലാവൂലേ എന്തോ ഒരു തെറ്റവിടെ വന്നിട്ടുണ്ട്, അതാണ്ട് വെട്ടിയാൽ അതാണ്ട് മാറ്റിക്കളാന്ന് പറയും. ഒരു ഹർഫ് തെറ്റുമ്പോഴേക്ക് ഒരറബി അറിയാത്തവനാണ് നോക്കുക. നമ്മളെ ഇമാമ് ഊതുന്നിടത്ത് നമ്മൾ പിന്നിൽ നിൽക്കുന്നുണ്ട്, നമ്മളത് അങ്ങനെ വല്ലാതെ കേട്ടിട്ടൊന്നുമില്ല. എന്നാലും ഒരു ആയത്തിന്റെ ഒരു പൊട്ട് തെറ്റിയാലേ നമുക്ക് എന്തോ ഒരു ഇഷ്കാല്. നമ്മക്ക് ആയത്ത് അറിയില്ല, ശരിയാണ്, എന്നാലും എന്താ മൂല്യർക്ക് തെറ്റിയിട്ടുണ്ടോ? നമ്മൾ അറിയാതെ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും പഠിച്ചു അല്ലേ? എത്ര തലകുത്തി മറിയുന്നുണ്ട്. സമകാലിക ലോകത്ത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആരെ പേടിച്ചുകൊണ്ടാ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഞാൻ എല്ലാ നിയമമൊന്നും പറയുന്നില്ല, നിയമങ്ങളൊക്കെ നിങ്ങൾ ചേർത്തി വായിച്ചാൽ മതി. ഇങ്ങനെ ചേർത്തി വെച്ച് നോക്കൂ, ആരെയാണ് അവർ പേടിക്കുന്നത്? എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തുണ്ടെങ്കിൽ അതാർക്ക് മാത്രമേ ഉള്ളൂ? എല്ലാ മതവിഭാഗങ്ങളിലും മതപരിവർത്തനം ഉണ്ടല്ലോ രാജ്യത്ത്. അതിന് വളരെ കൃത്യമായ കണക്കുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് കണക്കുണ്ട്. മറ്റു മതവിഭാഗങ്ങൾ ഈ സൈറ്റ് നമ്മൾ പരിശോധിച്ചാൽ, ഗവൺമെന്റ് സൈറ്റ് പരിശോധിച്ചാൽ എത്ര ഇവിടെ വന്നു, എത്ര അങ്ങോട്ട് പോയി, ഏറ്റവും കൂടുതൽ തിരിച്ചു പോക്കുള്ളത് സന്തോഷിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിലേക്കാണ്. പക്ഷേ പോയ ടീമിനൊന്നും സംഘടനകളില്ല. ഇതിൽ 2 ദിവസം നിൽക്കും, എന്നിട്ട് 3-ാമത്തെ ദിവസം പോകും. പോണ ആൾക്കാർക്കൊക്കെ സംഘടന ഉണ്ട്, അവർക്ക് പൈസ ഉണ്ട്, അവരെ സ്വീകരിക്കാൻ ആളുകളുണ്ട്. എന്നിട്ട് എന്തേ അതുകൊണ്ട് ഉണ്ടാകാൻ പോണത്? മഹത്തായ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം കുടുംബത്തിൽ, മഹത്തായ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് നമ്മളെ ജബ്ബാർ സാഹിബ്. അദ്ദേഹം എത്ര കാലായി ഇസ്ലാമിനെ, ഖുർആനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ്. അവസാനം ഒറ്റ ആയത്തിന്റെ മുമ്പില്, ചിലപ്പോ നമ്മളെ കുടുംബക്കാരനെ ഇരിക്കും, ഒറ്റ ആയത്തിന്റെ മുമ്പില് അയാള് സുക്കൂത്തായില്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തുള്ള നമ്മളെ മായിൻകുട്ടി മേത്ര അഡ്വക്കറ്റ്, അദ്ദേഹം ഒരു ഖുർആനിലെ ഈ ശാസ്ത്രീയതകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനിടക്ക് നമ്മളെ ഈ കടലിനെ സംബന്ധിച്ചുള്ള അതിലെ ഇരുളുകളെ സംബന്ധിച്ചുള്ള ആയത്ത് അന്ന് അദ്ദേഹം അതിന്റെ ശാസ്ത്രീയതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു.
ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം നമ്മളെ നാട്ടിൽ നടന്ന ആ സംഭവത്തിൽ ഒരൊറ്റ ആയത്ത് മാത്രമേ അക്ബർ സാഹിബ് പറഞ്ഞുള്ളൂ. എല്ലാ ഗ്യാസും കഴിഞ്ഞിട്ട് പിന്നെ തമ്മിൽ തോറ്റാല് പിന്നെ തെറി പറയാന്ന് പറഞ്ഞ വേറെ സ്വഭാവം ഉണ്ടല്ലോ. പക്ഷെ അത് പൊതുജനങ്ങൾക്ക് അയാൾക്ക് തന്നെ മനസ്സിലായി, മറ്റൊരു മനസ്സിലായി. ഞാൻ അത് പറഞ്ഞെന്തറിയോ, ഇത്രയേറെ ശത്രുക്കൾ ഉണ്ടായിട്ട് നമ്മളാരും മറുപടി പറയാതെ അള്ളാഹുവിന്റെ കലാമ് മാത്രം പറഞ്ഞുകൊണ്ട്, നമ്മളെ മറുപടി കൊടുക്കണ്ട, അള്ളാഹിന്റെ കലാമ് മാത്രം എടുത്തു കൊടുത്തുകൊണ്ട് ഇത്ര ഉയർന്നു നിൽക്കുന്നത് ആണ് ആ കലാം. ആ കലാമിന്റെ ഓരം പിടിക്കുന്ന അള്ളാഹ് നമ്മളോട് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. ശത്രുക്കൾ പറയാ, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഅലിബൂൻ. വഖാലല്ലദീന കഫറൂ, നിഷേധികൾ പറയുന്നുണ്ട്, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് കേട്ടോ. നമ്മളെല്ലാം പറയണ, ആരാ പറയണേ? നിഷേധികൾ പറയാ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. ഇത് കേൾക്കാൻ സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൽഗൗ ഫീഹി, ബഹളങ്ങൾ ഉണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം. ലഅല്ലകും തഅലിബൂൻ, എന്നാലേ നിങ്ങൾക്ക് അതിനെ അതിജയിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്താണ്? കേൾക്കാൻ അവസരം ഉണ്ടാക്കരുത്. അവസരം ഉണ്ടാക്കിയാ അങ്ങോട്ട് പോകും. നിങ്ങൾ ഈ ലോകത്തുള്ള ഓരോ സംഗതികൾ, ഇസ്ലാം ഞാൻ പറഞ്ഞതറിയോ, ഖുർആൻ വെളിച്ചം തരാത്തൊരു മേഖലയില്ല. വെളിച്ചം തരാത്ത മേഖലയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഹുദം വ റഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. ആയത്തോതല്ല 1:45 നമുക്ക് നിർത്തങ്ങൾക്ക് പോകാം. ഞാൻ അതിന്റെ ഇടക്കുറ വെളിച്ചം പറഞ്ഞു തരാന്ന് മാത്രം. ഖുർആൻ ഹുദൻ വ റഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. എന്താ ഈ റഹ്മത്ത്? ജീവിതത്തിലെ ലക്ഷ്യം പഠിപ്പിച്ചു തന്നു, കുടുംബ സംവിധാനം പറഞ്ഞു തന്നു, സ്വഭാവ രംഗത്തുള്ള മികവുകൾ പറഞ്ഞു തന്നു, സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കം പറഞ്ഞു തന്നു. എല്ലാ രംഗത്തും തല ഉയർത്തി നിൽക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഖുർആനാണ് നമുക്ക് ഒരുക്കി തന്നത്. അതിനാര് തെളിവ്? അറേബ്യൻ മണലാരണ്യത്തിലെ കള്ളും പെണ്ണും ഒട്ടകങ്ങളുമായി റൊമാൻറ്റിക് ആയിട്ട് ജീവിച്ചവരാണ് അറബികൾ എന്ന് പറയുന്നത്. അവറ്റക്കാകെ എന്തുള്ളൂ എന്ന് വെച്ചാ, ഈ ഒട്ടകം പൊതുവെ ചൂടുള്ള ഒരു ശരീരമുള്ളതാണ്. ആ പാല് കുടിക്കും തോറും എന്ത് വരും? ബോഡി ഹീറ്റാവും. ബോഡി ഹീറ്റാകുന്നതിനനുസരിച്ച് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. അതാണായാലും പെണ്ണായാലും. ഇത് പറഞ്ഞുകൊണ്ട് ഇതിനുള്ള കവിതകൾ രചിച്ച് മേച്ചിൽപ്പുറങ്ങളും തേടി നാടോടികളായി നടക്കുന്ന ഈ കൗമിനെ ലോകത്ത് ഓർക്കാതെ ഒരു സെക്കൻഡ് നടക്കാൻ കഴിയൂല. എല്ലാ വൈജ്ഞാനിക മണ്ഡലങ്ങളും എടുത്തു നോക്കുക. അവിസന്നയെ ഓർക്കാതെ, ഇബ്നു സീനയെ ഓർക്കാതെ ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് പോകാൻ കഴിയുമോ? അബുൽ ഹൈസം വെളിച്ചത്തെ കുറിച്ച് ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ചു. എല്ലാം എടുക്കട്ടെ, നമ്മളെ ഓരോന്ന് പറഞ്ഞു തരില്ല, നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നവരാ. ആ വെളിച്ചം മുസ്ലിമീങ്ങൾ കയ്യ വെക്കാത്ത ഒരു മേഖലയും ലോകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സൂറത്ത് യാസീനോട് പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ ആയത്തുണ്ടല്ലോ. അത് എവിടെ പറയണത് അറിയോ? വശംസ് തജ്രി ലിമുസ്തഖറിൻ ലഹാ. ഒന്ന് മനസ്സിലോതി നോക്കി. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസിൽ ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഇ ലഹാ അൻ തുദ്രികൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകി യസ്ബഹൂൻ. എന്നിട്ട് പറഞ്ഞുതരാണ് ഈ ഒരൊറ്റ മുറിവാക്ക്. ഏത്? ഈ സ്പേസില് ഈ ഗോളങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ നീന്തി തുടിക്കുകയാണ്. നിങ്ങളെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ സ്പേസ് പഠിച്ചിട്ടുണ്ട്. ഒരു നീല കളറാണത്.
അല്ലേ? അതിൽ ഇങ്ങനെ വട്ടിട്ടിട്ട് ഓരോരോ അച്ചുതണ്ട് ഇങ്ങനെ ഇട്ട് വന്നിട്ട് അതിലൊരു ഇതിന് അടയാളപ്പെടുത്തി ഇതൊക്കെ ഇങ്ങനെ നീന്തുകയാണ്. ഇത് ശാസ്ത്രം കാണുന്നത് എപ്പോഴടുത്ത 1500 കൊല്ലം മുമ്പാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിന്റെ കലാം നമ്മളോട് പറയാം. ജൂതന്മാർ ഈ ആയത്തെടുത്തിട്ട് പറഞ്ഞെന്തറിയാം, ഇത് മാത്രം മതി ഞങ്ങൾക്ക്, ഞങ്ങളുടെ കയ്യിലായിരുന്നു ഇത് എങ്കിൽ ലോകത്തെ ഞങ്ങൾ ഈ ഒരൊറ്റ വാക്കിലൂടെ കീഴ്പ്പെടുത്തുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒറ്റ വാക്കിലൂടെ ഞങ്ങൾ ലോകത്തെ കീഴ്പ്പെടുത്തുമായിരുന്നു. അതാ ഖുർആൻ. ഇസ്ലാമിലെ ദായധനം, അനന്തരാവകാശം മുതൽ വിവാഹ ജീവിതം, കുടുംബ ജീവിതം, ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കി. പിന്നെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഓരോരുത്തരുടെ അവകാശങ്ങൾ, ഇതിനെല്ലാം ഇസ്ലാം പറഞ്ഞതിന്റെ അപ്പുറം ഒരു നിയമം പറയാൻ ഈ ലോകത്താർക്കാ കഴിഞ്ഞിട്ടുള്ളത്? നിങ്ങൾ കഴിഞ്ഞ നവംബർ ലാസ്റ്റിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ നവംബർ ലാസ്റ്റില് ഇപ്പത്തെ ചൈനയുടെ പ്രസിഡന്റ് എന്താണ്, ഷിയാങ്, നിങ്ങൾക്ക് പേരിട്ടില്ലേ? ആള് പിന്നെ മലയാളം തന്നെ വായിക്കണമെങ്കിൽ നമുക്ക് എഴുതി വായിക്കണമെങ്കിൽ പണിയാ. മൂപ്പരെ ചൈനയിലെ വനിതാ യുവതികളുടെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ഇനി വീടിന് പുറത്തു പോകണ്ട, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുള്ള നാടായി അത് മാറുകയാണ്, സംരക്ഷിക്കാൻ ആളില്ല, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് ഉപദേശം കൊടുക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ്. അള്ളാന്റെ കലാമിന്റെ മഹത്വം നമ്മൾ ചേർത്തി വായിക്കണം, റസൂലുള്ളാഹിന്റെ വാക്കിന്റെ മഹത്വം. കാരണം ഒന്നിൽ കൂടുതൽ മക്കളുണ്ടായാൽ 60 ലക്ഷം രൂപയാണ് ഫൈന്. ഞാനത് വായിച്ചിരുന്നു. 15 വർഷത്തോളം കഠിന തടവാ ഒന്നിൽ കൂടുതൽ കുട്ടിയുണ്ടായാലേ. കുടുംബമേ വേണ്ട എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ നാവ് കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിച്ചു, നിങ്ങൾ ഇനി എവിടേക്ക് പോകണം, കുടുംബത്തേക്ക് പോകണമെന്ന്. പാപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദുകളെ കുറിച്ചുള്ള ചർച്ചയാണ്. ഖുർആൻ പറഞ്ഞത് വജാഹിദും ബിഹി ജിഹാദൻ കബീറൻ, ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പേടിച്ചു, നമ്മൾ ആ ജിഹാദിന്റെ ആളുകളാണ്. എന്താ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? നിങ്ങൾ ഖുർആൻ പഠിച്ചാൽ മതി, ആലോചിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്നിട്ട് പറഞ്ഞു തന്നു, ഇപ്പാനിയും മാനിയും പറഞ്ഞോടത്തും ജിഹാദ് പറഞ്ഞു. എന്താ തന്തനി തള്ളനിയും കൊണ്ടുള്ള? തള്ളമ്മ എന്ന് പറഞ്ഞാൽ മലപ്പുറത്തേരായ ഞമ്മക്ക് ചിലപ്പോ ഒരു അനാവശ്യ വാക്ക് പോലെ തോന്നുന്നു കേട്ടോ. തള്ളമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടില്, ഞാൻ പാലക്കാട്ടുകാരനാ, തള്ളമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ഥാന. ഒരു വല്യമ്മാനെ ചെന്നിട്ട് തള്ളമ്മ എന്തെങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വല്യമ്മക്ക് അജ്ജുപെരുന്നാൾ വന്ന മാതിരി മുഖത്തും ഇങ്ങോട്ട് പ്രസന്നാവും. അത്ര വലിയ സ്ഥാനാണത്. തള്ളമ്മയും തന്താരെയൊക്കെ അവഗണിക്കുന്ന രൂപത്തിൽ പറഞ്ഞു, ഇപ്പാക്കും ഉമ്മാക്കും ജിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സഹാബി നബിന്റെ അടുത്ത് വന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞാനുണ്ട് നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് എന്ന് പറഞ്ഞു. വീട്ടിൽ ആരുണ്ട്? വയസ്സായ ഉമ്മ ഇപ്പയുണ്ട് എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിക്കോ, പാന്റിയും മാന്റിയും കാര്യത്തിൽ ജിഹാദ് ചെയ്തോ, അവര് നിന്റെ സ്വർഗ നിന്റെ നരകാണെന്ന് പറഞ്ഞു. അതെന്താ ജിഹാദ്? നമ്മൾ പെണ്ണുങ്ങളെ വല്ലാതെ അവഗണിച്ചു എന്നാ. പക്ഷേ അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ നാടുകളിലും ഇസ്ലാമിലേക്ക് വരുന്നത് ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളാണ്. 30 ലക്ഷത്തിലധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി തീരുന്ന ഒരു യുദ്ധമാണ് ലോകത്ത് നടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഖുർആൻ പഠിച്ചവരാരും പിന്നോട്ട് പോകില്ല, പിന്നോട്ട് പോയിട്ടില്ല. പക്ഷെ ആ ഖുർആനിന്റെ കുറവ് നമ്മൾ ഇന്ന് കാണുന്നു. ഖുർആൻ ഒരു ചോദ്യമുണ്ട്, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്
വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഇത് എൻ്റെ ഓർമ്മയിൽ സൂറത്ത് ഹദീദിൽ തന്നെയാണ്, 16-ാമത്തെ ആയത്താണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്ത്. അർത്ഥം എന്താ അറിയോ? നിങ്ങൾക്ക് ഇനി സമയമായില്ലേ അള്ളാഹുവിന്റെ കലാമിലേക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അതിന് വഴിപെട്ട് ജീവിക്കാൻ? നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് അവരകന്നപ്പോൾ അവരിൽ അധിക പേരും തെമ്മാടികളായി. അവരുടെ മനസ്സ് കടുത്തുപോയി എന്ന് പറയുന്നു. ഞാൻ പറയണത്, ഖുർആനിൽ നിന്ന് നമ്മുടെ ഖൗം അകന്നപ്പോ നിസ്കരിക്കണവരാണോ കൂടുതൽ, നിസ്കരിക്കാത്തവരാണോ നമ്മുടെ ഉമ്മത്തിൽ കൂടുതലുള്ളത്? ഞാൻ ഒരു കണക്കുകൾ എടുത്തു നോക്കുക. വെള്ളിയാഴ്ചയൊക്കെ പള്ളിക്ക് പോകും. ഇപ്പൊ നമ്മള് റമളാൻ മാസം വന്നാല് നമ്മുടെ പള്ളിക്ക് ഒരു കൂടുതൽ തിരക്കുണ്ടാവും. പെരുന്നാളിന് നോക്കിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ തിരക്കുണ്ടാവും. ഒരു 25%-നും 30%-നും അധികം ആളുകൾ കൂടും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 30% എവിടെയാണ്? ഇപ്പോഴും പുറത്താ അല്ലേ? എന്നോടൊരാള് പറഞ്ഞ്, നമ്മൾ ഈ മൂല്യന്മാരാകുമ്പോ കല്യാണ അന്വേഷണങ്ങൾ കൂടുതൽ വരുമല്ലോ. അപ്പൊ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുക്കൻ അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കും. അപ്പൊ ബ്രോക്കർ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോ ബ്രോക്കർ പറഞ്ഞു, ഞാൻ ചോദിച്ചവനോട്, പിന്നെ ഇയാള് നിസ്കരിക്കോ ഈ പയ്യെന്ന് ചോദിച്ചു. അപ്പൊ ബ്രോക്കർ എടുത്ത വൈക്കനോട് പറഞ്ഞു, മാഷേ എല്ലാ ദിവസവും നിസ്കരിക്കുന്നൊന്നും എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല, വെള്ളിയാഴ്ച പള്ളിക്കൽ പോകും, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം 5 കിലോ കഞ്ചാവുമായി പാലക്കാട് ജംഗ്ഷൻ ഉലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കുട്ടികളെ പിടിച്ചു. മതസൗഹാർദ്ദം അവിടെ 3 ഒരെണ്ണപ്പുറത്തുണ്ടാവും. പിടിച്ചു നോക്കിയപ്പോ ഭയങ്കര ഒരു സാധു ചെക്കൻ. അവൻ വീട്ടിൽ നിന്ന് പോയത്, എന്റെ പണിയായുധം തമിഴ്നാട്ടിലുണ്ട്, അത് എടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാ പോയത്. കണ്ടാ സാധുവാണ്. അപ്പൊ അവന്റെ പരിപാടി ഈ മയക്കുമരുന്ന് ലോബികളിലാണ്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കേ. എളുപ്പം കായ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തലമുറ എവിടെ ചെന്ന് പെടുന്നു? സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവരാണ്. ഓരോ നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കുക. ആരാണ് കൂടുതൽ എന്നതിനുള്ള മറുപടി എന്തായിരിക്കും എന്നും നമ്മൾ കണ്ടുവെക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്ന്, വേദഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ അകന്നാൽ നമ്മുടേത് കഴിഞ്ഞു, നമ്മുടെ ഇസ്സത്ത് പോയി. അതുകൊണ്ടാണ് നമ്മളല്ലാത്ത ആളുകൾ ഖുർആനിൽ നിന്ന് നമ്മളെ ഇത്രയും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒന്നുകൂടി പറയട്ടെ, എനിക്ക് തോന്നുന്നത് നാളെ പരലോകത്ത് നമ്മളെല്ലാരും അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരിക ഖുർആനിന്റെ കാര്യത്തിലായിരിക്കും. എന്റെ ഒരു ഊഹം പറഞ്ഞില്ല. നിസ്കാരത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ കുറേശ്ശൊക്കെ ശ്രദ്ധ ഉണ്ട്. മറ്റുള്ള കാര്യങ്ങൾ, നോമ്പൊക്കെ സാധാരണ കുറച്ചൊക്കെ എടുത്തു തുടങ്ങി. പക്ഷെ അതിനനുസരിച്ചുള്ളൊരു വളർച്ച, ഒരു ബന്ധം നമ്മൾക്ക് ഖുർആനിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? നമ്മളൊരു മുസ്ലിം സദസ്സുകൾ ഇങ്ങനെ എടുത്തു നോക്കി, ഇതിൽ ഭംഗിയായി ഖുർആൻ ഓതാൻ കഴിയുന്നവരാണ് ഞാൻ എന്ന് എല്ലാ ആളുകൾക്കും പറയാൻ കഴിയുമോ? നമ്മള് മദ്രസ നിങ്ങൾ പോന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായിട്ടുണ്ടാവും? ഞാനൊരു ചർച്ച കിട്ടിയതാണ് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി. നമ്മള് ഏറെക്കുറെ 8ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണ കാലത്ത് നമ്മള് മദ്രസയിൽ നിന്ന് നിർത്തിയിട്ടുണ്ടാവും. അന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലായിരിക്കും മദ്രസയിൽ ഉണ്ടാവുക. അവിടെ മുതൽ വന്ന് ഒരു 15 വയസ്സ് നിങ്ങൾ കൂട്ടി. ഇപ്പൊ എന്റെ പ്രായം 50 ചില്ലാനം, നിങ്ങളെ പ്രായം ഒന്ന് കൂട്ടി നോക്കിയാല് ഈ പ്രായത്തിനിടക്ക് നമ്മൾ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, എന്തൊക്കെ ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, എത്രയൊക്കെ സ്വത്ത് നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്, എന്തൊക്കെ ജോലികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്റെ നാട്ടിലൊരു ഇംഗ്ലീഷ് അംശമൊക്കെ ഉണ്ട്. സ്കൂളിന്റെ പിന്നിക്കും കൂടി അയാൾ പോയിട്ടില്ല. പക്ഷെ അയാളുടെ ഇംഗ്ലീഷിനകത്ത് മുമ്പിൽ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയുള്ളൂ, അത്ര ഇംഗ്ലീഷാണ്. ഞാൻ പറഞ്ഞത് എന്തിനാ അറിയോ? പഠിക്കാത്ത ആൾക്കാർ എന്തൊക്കെ മേഖല നമ്മൾ പഠിച്ചിട്ടുണ്ട്.
മിനിറ്റുകൾക്ക് സെക്കൻഡുകൾക്ക് ശമ്പളം വാങ്ങുന്ന നമ്മൾ ഖുർആനിന്റെ കാര്യത്തിൽ നമ്മൾ 5ാം ക്ലാസ് എന്ന് മദ്രസ വിട്ട അതേ ലെവലിലാണെങ്കിൽ ആ ഖുർആൻ ഓത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെങ്കിലും മിനിമം വേണ്ടേ? അതും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും കഥ ഉണ്ടാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിൽ ഖുർആൻ വിപ്ലവങ്ങൾ ഉണ്ടാക്കണം. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ കുട്ടികളിലേക്ക് ഖുർആൻ കൊടുത്താൽ മതി. അവരെ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് തിരിച്ചുവിടാം, കൂടെ ഖുർആനും കൊടുക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിൽ പങ്കെടുത്തു. വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ഗൾഫിൽ നിന്ന് വന്നവനാണ്. ഞാൻ നമ്മുടെ ഒരു അനുഭവം പറഞ്ഞു തരാണ്. ഗൾഫിൽ നിന്ന് വന്നവനാണ്. ഇസ്ലാമിക ബന്ധങ്ങൾ നിങ്ങളുടെ ബന്ധം ഇങ്ങനെ ഓരോരുത്തർ ചർച്ചയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഒരു നല്ല ഭംഗിയുള്ള ഒരു 19-35 വയസ്സുണ്ടാവും. അവന്റെ ഊഴെത്തിയ പോകും പറഞ്ഞ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവസാനം പറയാം ഞാൻ എൻ്റെ കാര്യം. അവസാനം അവന്റെ കണ്ണിൽ നിങ്ങോട്ട് വെള്ളങ്ങൾ പൊട്ടി. ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഖുർആൻ ഓതാൻ കിട്ടൂല, സങ്കടത്തോടു കൂടി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്, എൻ്റെ നാട്ടിലൊരു നക്സൽ പണ്ട് കാലത്തുള്ള ഒരു കൊലപാതക കേസിലൊക്കെ ഉണ്ടായി. അടുത്ത ദിവസം മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഇയാൾ അടുത്ത കാലത്താണ്, ഒരു 70 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബോംബെയിൽ നിന്ന് തിരിച്ചു വരുന്നത്. അങ്ങനെ നമ്മളെ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഈ പടപ്പവിടേക്ക് വന്നു. അതുവരെ ഇയാളെ ഉന്തി തള്ളിയിട്ടാലും കൂടി പടിഞ്ഞാട്ടേക്ക് വീഴാത്തൊരു മനുഷ്യനായിരുന്നു അയാള്. അങ്ങനെയാണ് അയാളെ കുറിച്ച് പറയാ. ഇയാൾ ഖുർആൻ ക്ലാസ്സിൽ വന്നിട്ട്, സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറയാണ്, ഇയാൾക്ക് നല്ല വൈഡ് വിജ്ഞാനം ഉണ്ട് കേട്ടോ. ഖുർആനൊരു ആയത്ത് ഇയാൾ പഠിച്ചാൽ, ഈ ആയത്ത് അടുത്ത ദിവസം അയാൾ വരുമ്പോഴേക്കും എന്താ വരിക, ഇതിന്റെ ശാസ്ത്രീയത ഏതെങ്കിലും ലോകത്തുണ്ടെങ്കിൽ ആ കിതാബൊക്കെ പരിശോധിച്ച് ക്ലാസ്സിൽ വന്നിട്ട് ഇയാൾ പ്രസന്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു 3-4 ആയത്ത് ഒരു ദിവസം എടുത്തെന്ന് വെച്ചാല് അതോടുകൂടി ക്ലാസ് കഴിഞ്ഞാൽ ഇയാൾ സമ്മതിക്കൂല. എന്റെ മഗ്‌രിബും കഴിഞ്ഞു, എന്റെ ഇശയും കഴിഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് അത് പഠിക്കാൻ അവസരം കിട്ടിയത്, അതുകൊണ്ട് ഇത്ര പോരാ, ഒന്നും കൂടി പറഞ്ഞു തരണം എന്ന് പറയും. വല്ലാത്തൊരു മഹാ അത്ഭുതമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിലും മാറ്റങ്ങൾ വരണ്ടേ? വന്നില്ലെങ്കിൽ ഒരായുസ് കാലം മുഴുവനും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ ആസ്വദിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ കലാമ് പോലും നേരെ ഉച്ചരിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ, ആ ഖബറിൽ വെച്ച് നമ്മളോട് ചോദ്യം ചോദിക്കാം, മൻ ഇമാമുക എന്ന് ചോദിച്ചാൽ ഇന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ നമുക്ക് തൗഫീക്കിനെ കിട്ടുമോ? നിങ്ങളോടുള്ള ചോദ്യമല്ല കേട്ടോ, നമ്മളൊന്ന് സ്വന്തം ചോദിച്ചു നോക്കുക. അതുകൊണ്ട് ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞുതരിക. നമുക്ക് സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? നമുക്ക് സ്വന്തമായിട്ടൊരു ഖുർആനുണ്ടോ? എന്തിന്? ഒന്ന് ഇടക്കൊക്കെ ഒന്ന് നെഞ്ചിലിങ്ങനെ ചേർത്തി പിടിക്കാൻ. നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിന്റെ സ്വന്തം. എന്റെ കുട്ടികള് അതില് നെറ്റൊക്കെ അങ്ങനെ കണക്ട് ചെയ്തൊക്കെ എടുക്കുന്നല്ലാതെ അവർ കോള് വന്നാലും കൂടി അവർ അറ്റൻഡ് ചെയ്യൂല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപാട് സാധനങ്ങളില്ലേ? എന്ന പോലെ നമുക്ക് ഖുർആനുണ്ടോ? ഞാൻ വായിച്ചതിൽ വെച്ച് വികാര നിർഭരമായ ഒരു വാക്കുണ്ട്. ഈജിപ്തിന്റെ പ്രസിഡന്റ് ജയിലിൽ വെച്ച് മരണപ്പെട്ട ഈ അടുത്ത കാലത്ത് മരിച്ച ഒരു വ്യക്തിയുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള സിസിയുടെ മുമ്പത്തെ പ്രസിഡന്റ്, പേരുകളൊന്നും ഓർത്തെടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിസ്സാരമായ തെറ്റുകൾക്ക് വേണ്ടി കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോ ജയിൽ വാർഡനായ സെക്യൂരിറ്റിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഒരു മുസാഫ് തരുമോ എന്ന് വെച്ച്. അപ്പോ ജയിൽ വാർഡൻ പറഞ്ഞ്, നിങ്ങൾക്ക് ഖുർആൻ മുസാഫ് തരാൻ പറ്റൂല, നിങ്ങൾക്ക് ഖുർആൻ തന്നാൽ മുസാഫ് തന്നാൽ നിങ്ങൾ ഓതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചു പറഞ്ഞു, ഇയാൾ എഞ്ചിനീയറിംഗിൽ PhD ഉള്ള മഹാനാണ്. ഖുർആൻ ഓതാനായിരുന്നുവെങ്കിൽ എനിക്ക് ഖുർആന്റെ ആവശ്യമില്ല, ഞാൻ വളരെ ചെറുപ്പത്തിലെ ഹാഫിളാണ്,
ഞാൻ ഹാഫിളാണ്, ഞാൻ ഓതാറുണ്ട്. ഞാൻ ഓതിക്കൊണ്ടിരുന്നപ്പോ എന്റെ റബ്ബിന്റെ പ്രിയപ്പെട്ട കലാം നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കണമെന്ന് വല്ലാത്തൊരു മോഹം തോന്നി. അപ്പോ ഒന്ന് തന്ന് തരുമോന്ന് ചോദിച്ചാണ് ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കാൻ. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ ഇതിന്റെ ആളുകളാ. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ മൊബൈല്, എന്റെ പെണ്ണ്, എന്റെ കുട്ടിയൊക്കെ വെച്ചു അറിയണ പോലെ എന്റെ ഖുർആൻ ദിപ്പാന്റെ ഖുർആനാണ് എന്ന് പറയണ പോലെ ഒരു ബന്ധം ഞമ്മക്കുണ്ടോ? നമ്മളൊക്കെ എത്ര പിന്നിലാന്നറിയോ? ഇള്ളിക്ക് നല്ല മുതലുകളാണ് നമ്മള്. നാട്ടുകാർക്ക് കണ്ടാല് ഓനാ ഭയങ്കര ഉഷാറാണ്, ഓനാണ് ഇവിടുത്തെ കാര്യം നോക്കുക, ഓനാ അവിടുത്തെ ഇള്ളിക്ക് ആ കുടുംബത്തിലെ നല്ലോനാന്നൊക്കെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയും. നമ്മളെ നാട്ടില് സ്ഥാനമൊക്കെ ഉണ്ട്. അള്ളാന്റെ അടുക്കൽ നമ്മക്കൊരു സ്ഥാനം വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അല്ലട്ടോ പറയണത്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഞാനൊരു സ്വന്തം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അല്ലേ. ഖുർആൻ ആത്മാർത്ഥമായി കേട്ടാൽ ഖൽബിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരാതിരിക്കൂല സഹോദരങ്ങളെ, നിർബന്ധമായും വന്നിരിക്കും. ഒരു അജാനബാഹു മനുഷ്യനല്ലേ ഉമർ റളിയല്ലാഹു അൻഹു. അജാനബാഹു എന്ന് വെച്ചാല് തടികൊണ്ടും വണ്ണം കൊണ്ടും വലുപ്പം കൊണ്ടും ഒക്കെ ഇയാൾ വലിയ മനുഷ്യനാണ്. പക്ഷെ ഖുർആൻ ഓതിയാൽ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ പൊട്ടിക്കരയോ മനുഷ്യൻ. മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആൻ കേട്ടാൽ പൊട്ടിക്കരയും. സത്യത്തിൽ പറയണ എനിക്കും ഞമ്മക്കൊക്കെ കരച്ചിൽ വരാത്തത് ഞമ്മക്കത് അറിയാത്തോണ്ടായിരിക്കോ? നിങ്ങൾ ഇപ്പോ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മുഹമ്മദ് അൽ ഫക്കീഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ചെറിയ റീൽസുകൾ ഇങ്ങനെ കാണാം, ചെറിയ ചെറിയ ആയത്തുകളുടെ ഓത്തായിട്ട്. ഫക്കീഹ് ഇങ്ങനെ അടിച്ചു നോക്കിയിട്ട് അതൊന്നും നിങ്ങൾ ആ ഒരു ആയത്തിന്റെ ഓത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടു അതൊരു ഇയർഫോൺ വെച്ച് നമ്മുടെ കാതിലേക്ക് ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ കൽബിന്റെ അടിയിൽ നിന്നുകൊണ്ട് ഒരു ആന്തോളനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഉറപ്പാ. നമുക്കറിയില്ലേ, റസൂല് പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടിയപ്പോ അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സൗണ്ട് മിക്സിംഗിന്റെ കെമിസ്ട്രി, ഇതിന്റെ രസതന്ത്രം എവിടെ നിന്നാണ് നിങ്ങൾ സ്വീകരിച്ചു ചോദിച്ചപ്പോ ഫ്രം ദ നാച്ചർ എന്നാ പറഞ്ഞത്. ഈ പ്രകൃതിയിലെ കല്ലിനും കാറ്റിനും മരത്തിന്റെ ഉരസലുകൾക്ക് വരെ ഒരു താളവും സംഗീതവും ഒരു ആകർഷണീയതയും ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ കലാം അവൻ സൃഷ്ടിച്ച പടപ്പുകൾക്കൊക്കെ അങ്ങനെ ഒരു സംഗീതാത്മകതയുണ്ടെങ്കിൽ അള്ളാന്റെ കലാമിന് അതിനേക്കാളും വലിയ മധുരമുണ്ടാവൂലേ? അത് സത്യത്തിൽ ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ മുസ്ലിം ആയിരുന്നു. ഞാൻ എല്ലാവർക്കും കഥ പറഞ്ഞു തരില്ല, നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ വായിച്ചോളൂ, നോക്കണ്ടു. ഖുർആൻ കേട്ടിട്ടാണ് അവർ വരുന്നത്. യൂസുഫുൽ ഇസ്ലാം ആയി തീരുന്ന കാറ്റ് സ്റ്റീവൻ ആകുന്നത് എങ്ങനെ? അയാൾ ഭയങ്കര പാട്ടുകാരനല്ലേ. അയാൾ ഇങ്ങനെ പാടിയ ലോകം അയാളുടെ കൂടെ ഇങ്ങനെ ആടും. മൊറോക്കോയിലെ ഒരു പരിപാടിക്ക് പോയപ്പോ മഗ്‌രിബിന് ഒരു പള്ളിക്കന്ന് ഖുർആൻ ഓത്ത് കേട്ടു. അപ്പൊ ഇവര് ചോദിച്ചു, എന്താണ് ആ കേൾക്കണതെന്ന് വെച്ചു. അതാണ് മ്യൂസിക് ഫോർ ദ ഗോഡ്, ദൈവ സംഗീതം. ദൈവത്തിനും സംഗീതം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞമ്മക്ക് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, നമ്മള് ഇങ്ങനെ കേട്ടില്ല, നമ്മള് പൈസക്ക് പാട്ടുപാടും ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. ദൈവത്തിന്റെ സംഗീതം എനിക്കൊന്ന് കേൾക്കണല്ലോ എന്നാണ്. ആ കേൾവിയാണ് യൂസുഫുൽ ഇസ്ലാം ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ഇരിക്കട്ടെ കേട്ടോ, നമ്മളെ ഒരു ലോജിക്കിൽ മാത്രം നിന്ന് ഖുർആനെ സമീപിച്ച പോരാ, വൈകാരികമായി ഇമോഷണലായി നമ്മൾ ഖുർആൻ ഏറ്റെടുക്കണം. അപ്പോഴാണത് നെഞ്ചിൽ തട്ടുക, ഖൽബിലേക്ക് ഇറങ്ങുക, നമ്മുടെ കണ്ണിലേക്ക് നനവ് പടരുക, ആഴത്തിൽ പഠിക്കുക, ഗവേഷണങ്ങൾ നടത്തുക, അതിനെ പിന്തുടരുക, എല്ലാം ചെയ്യുക. എന്നിട്ട് ആ ഖുർആന്റെ പിന്നാലെ ഇങ്ങനെ പോയി നോക്കിയാൽ ആ ഖുർആനിൽ നിന്ന് കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഹാഫിദുകളുള്ള നാടാണ് ഫലസ്തീന്.
ഇന്നുകൂടെ നമ്മൾ പത്രത്തിൽ കണ്ടിരിക്കും, ഒരു കുടുംബത്തിന്റെ തലയിലേക്ക് ബോംബിട്ടിട്ട് 12 ആൾക്കാർ മരിച്ചു. അല്ലാഹു നമ്മുടെ സഹോദരങ്ങളെ എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ടും അവരെത്ര മനോവീര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവരുടെ മനോവീര്യം കണ്ടിട്ട് ലോകത്ത് എത്ര ആളുകൾ മുസ്ലിമീങ്ങളാകുന്നു. നമുക്കൊക്കെ ഒന്ന് നോമ്പ് തുറക്കാൻ എത്രയോ വിഭവങ്ങളില്ലേ, എത്രയോ വിഭവങ്ങളില്ലേ. തിന്ന് പള്ളറിയാന്നല്ലാതെ നമുക്ക് ഇല്ലാത്തൊരിടങ്ങാറില്ലല്ലോ. അതുപോലും ഇല്ലല്ലോ നമ്മുടെ സഹോദരങ്ങൾ. അവിടുത്തെ സ്ത്രീകള് തലമുണ്ടനം ചെയ്തു എന്നാണ്. കാരണം മുടി നനക്കാൻ വെള്ളമില്ലാഞ്ഞിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്നാലും ആ അമ്മമാര് ആ മക്കൾക്ക് നൽകുന്നത് എന്തറിയോ? കൊടുക്കുന്നത് ഖുർആനാ. ഞാൻ അടുത്ത ദിവസം വായിച്ച്, ആ ഉമ്മ കുട്ടി കരയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടൊരു കുട്ടി അവർ ഉറക്കൂല. നമ്മളെ കുട്ടി കരഞ്ഞാൽ നേരെ തൊട്ടിയിലിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കല്ലേ ആട്ടുക, എന്നിട്ടല്ലേ ഉറക്കുക. കരഞ്ഞാൽ സന്തോഷവാനാകുന്നത് വരെ ആ കുട്ടിയാവും അമ്മ ഉറക്കൂല. ആ മക്കളുടെയൊക്കെ കൽബിൽ ഖുർആനാ. ആ ഖുർആൻ ഉള്ളത് കൊണ്ട് ലോകത്തൊന്നിനെയും പേടിയില്ല. നമ്മളോട് അള്ളാഹ് പറഞ്ഞെന്തറിയോ? ഞാൻ നിർത്തുന്നു. നിങ്ങളും പേടിക്കണ്ട. ഈ ഹിദായത്താണ്, ഈ ഖുർആനെയാണ് പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മളും പേടിക്കണ്ടെന്നാ. നമ്മളെ പേടിപ്പിക്കാനാണ് പലതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മക്കതൊക്കെ കാണുമ്പോഴാണ് ചിരി വരുന്നത്. നമ്മൾ ജീവിക്കാനുള്ള ലോകമല്ല ഇത്. ഈ ലോകത്താണ് നമുക്ക് മരിക്കേണ്ടത്. ജീവിതമുള്ള ലോകം അപ്പുറത്താണ്. അതുകൊണ്ട് അവിടേക്ക് ജീവിക്കാനുള്ള, അല്ലെ, അവിടേക്ക് സുരക്ഷിതമാവാനുള്ള ഇവിടുത്തെ ഗൈഡ് ലൈനാണ്, ഒരു ഗൈഡ് ലൈനാണ് ഏത്? ഖുർആൻ എന്നുള്ളത്. നമ്മുടെ വഴിയിൽ, നാം നടക്കുന്ന വഴിയിൽ വെളിച്ചം പടർത്തണം ഈ ഖുർആൻ. നെഞ്ചേറ്റുക, അതിന്റെ അനുയായിയാവുക. ആ ഖബറിൽ വെളിച്ചമാകാൻ വേണ്ടി നമ്മൾ ബന്ധങ്ങൾ തുടരുക. ഞാൻ ഒന്നുകൂടി വസിയത്ത് ചെയ്യാണ്, നമ്മള് ഒരു 3 ആവൃത്തിയെങ്കിലും നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി ഈ റമദാൻ കഴിയുമ്പോൾ ഓതി തീർക്കണം. നമ്മൾ വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. ഒരു 2-3 ആവൃത്തിയെങ്കിലൊക്കെ ഓതണം. ആ ഓതുമ്പോ എന്തെങ്കിലും ആയത്തുകൾക്ക്, വാക്കുകൾക്ക് സംശയം വന്നാ തഫ്സീറുണ്ട്, നമ്മുടെ ഇതിൽ തന്നെ അടിച്ചാൽ കിട്ടും. ഒന്ന് നോക്കുക, സംശയമൊക്കെ തീർക്കുക. അങ്ങനെ കലാമിലൂടെ ജീവിക്കുക. വല്ലാത്ത അനുഭൂതിയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനിക വെളിച്ചം കൊണ്ട് നമ്മുടെ കൽബുകൾക്കൊക്കെ അള്ളാഹു പ്രകാശമാനമാക്കി എല്ലാ ദുരിതങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ലോകത്തിൽ ഇസ്സത്തുള്ള, അഭിമാനമുള്ള സമൂഹമാക്കി, സമുദായമാക്കി അള്ളാഹു നമ്മെ പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹു വെളിച്ചം നിറച്ച്, സന്തോഷം നിറച്ച്, ആ വെളിച്ചത്തിലൂടെ പ്രയാണം ചെയ്യാനുള്ള തൗഫീക്ക് തന്ന് അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സകലമാന മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെ പരീക്ഷിക്കണമെന്ന്, നമ്മെ വേദനിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാ ആളുകളുടെയും കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ وحبيبنا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته.